ഹലോ ഫ്രണ്ട്സ്, ന്യൂസ്മാറ്റിക്സ് ആൻഡ് മീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്തിന് ശേഷം 1950 മുതൽ 1956 വരെ പ്രത്യേക രീതിയിൽ കുറേ കോയിൻസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു നാണയത്തിൻ്റെ കാറ്റഗറിയാണ് 1 പൈസ്. നമ്മൾ കേരളത്തിൽ കുതിര പൈസ എന്നൊക്കെ പറയും, കുതിരക്കാളന അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുതിര പൈസ. 1 പൈസ് 1 പൈസ് 1950 മുതൽ 1955 വരെ ഇറങ്ങിയ വിവിധ മിൻറ്റുകളിലായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു നാണയമാണ്. അതിൻ്റെ വാല്യൂവും മറ്റ് ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നാണയത്തിൻ്റെ മുൻവശവും പിൻവശവും ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഈ നാണയത്തിൻ്റെ മുൻവശം. അപ്പോൾ മുൻവശത്തായിട്ട് തന്നെ നമ്മൾ പറയുന്നത് പോലെ ഒരു കുതിര ചാടുന്ന ഒരു ഫിഗർ ഉണ്ടാവും. പിന്നെ സൈഡിലായിട്ട് 1 പൈസ് എന്ന് ഇംഗ്ലീഷ് ലെറ്ററിങ്ങും പിന്നെ ഒരു സ്റ്റാറും, പിന്നെ ഇവിടെ 1 പൈസ എന്ന് ഹിന്ദി ലെറ്ററിങ്ങും ഉണ്ടാവും. അതിൻ്റെ താഴെയാണ് നമ്മുടെ 1951, അതായത് ഇതിറങ്ങിയ വർഷം 1950നും 55നും ഇടയിലാണ് ഇതിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് 1951 ബോംബെ മിൻറ്റിൽ ഇറങ്ങിയ നാണയമാണ്. ബോംബെ മിൻ്റ് ആണെങ്കിൽ താഴെ ഒരു ഡയമണ്ട് ഷേപ്പ് മിൻറ്റ് മാർക്ക് കാണാം. അഥവാ ഇത് ഒരു ഹൈദരാബാദ് മിൻറ്റിൽ ഇറങ്ങിയതാണെങ്കിൽ ഒരു സ്റ്റാർ ഷേപ്പ് താഴെ കാണാൻ സാധിക്കും. സ്റ്റാറോ അല്ലെങ്കിൽ ഞാൻ ദാ ഇവിടെ കൊടുക്കുന്ന ഒരു ഷേപ്പോ കാണാൻ സാധിക്കും. പിന്നെ ഇത് കൽക്കട്ടയാണെങ്കിൽ താഴെ യാതൊരുവിധ മിൻറ്റ് മാർക്കുകളും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ ഫ്രണ്ട് വശം ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അടുത്ത നമുക്ക് പിൻവശം നമുക്ക് നോക്കാം. ഇതാണ് നാണയത്തിൻ്റെ പിൻവശം. പിൻവശത്ത് തന്നെ അശോകസ്തംഭം കാണാം, താഴെ സത്യമേവ ജയതയില്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് ലെറ്ററിങ്ങും താഴെ നമ്മൾ മുന്നിൽ കണ്ട ഒരു സ്റ്റാർ ഷേപ്പും കാണാം. ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൻ്റേതല്ല. ഓക്കെ, ഇത്രയും തന്നെയാണ് ഈ നാണയത്തിൻ്റെ മുൻവശം പിൻവശം ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് ഈ നാണയത്തിൻ്റെ വാല്യൂ പരിശോധിക്കാം. 1950 മുതൽ 1955 വരെ വിവിധ മിൻറ്റുകളിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പല മിൻറ്റുകളിൽ പല കാറ്റഗറികളിൽ പല മിൻറ്റേജ് ഈ നാണയത്തിനുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഹൈദരാബാദ് മിൻ്റാണ് കേമൻ, അതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ, മാർക്കറ്റ് വാല്യൂ ഉള്ളത്. ഓക്കെ, 1953, 1954, 1955 നാണയങ്ങൾ എക്സ്ട്രീം റെയറുണ്ട്, സ്കാഴ്സ് ഉണ്ട്, കോമൺ ഉണ്ട്. 1951, 1950, 1952 കോമൺ നാണയങ്ങളാണ്. ഇവയുടെ വില വരുന്നത് ഏകദേശം മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപ മുതൽ 50 രൂപ വരെയാണ്. 50 രൂപ എന്നത് പറയുന്നത് ഒരു UNC കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പോൾ 1953 ഹൈദരാബാദ് മിൻറ്റ് മാർക്ക് എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ള ഒരു നാണയമാണ്. ആ നാണയത്തിന് ഇപ്പോൾ ഏകദേശം 10,000 രൂപ മുതൽ 60,000 രൂപ വരെ കിട്ടാവുന്ന മാക്സിമം പ്രൈസ് ഉള്ള ഒരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു നാണയമാണ്. പിന്നീട് വരുന്നത് 1954 ഹൈദരാബാദ് നാണയമാണ്. ഹൈദരാബാദ് മിൻറ്റിലെ ആ നാണയത്തിന് ഇപ്പോൾ ഏകദേശം 500 രൂപ മുതൽ 3500 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന ഒരു നാണയമാണ്. അത് റെയർ കാറ്റഗറിയിലാണ് വരുന്നത്. അടുത്തത് 1955 ഹൈദരാബാദ് മിൻറ്റ് മാർക്ക്. അതിൽ ഇറങ്ങിയ നാണയത്തിന് ഇപ്പോൾ ഏകദേശം ഇതേ സെയിം വാല്യൂ പോലെ തന്നെ 500 രൂപ മുതൽ, എന്നാൽ 2500 രൂപ വരെ കിട്ടാവുന്ന, ഒരു UNCക്ക് 2500 രൂപ വരെ കിട്ടാവുന്ന വളരെ നല്ല ഒരു കാറ്റഗറി നാണയമാണ്. അപ്പോൾ കളക്റ്റിബിൾ നാണയത്തിൽ പെട്ട ഒരു നാണയമാണ് ഈ 1 പൈസ കുതിരക്കാളന എന്നൊക്കെ പറയുന്ന ഈ ഒരു നാണയം. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ന്യൂസ്മാറ്റിക് പരമായി താല്പര്യമുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെയും ബൈ.